നടൻ സലീം കുമാറിന്റെ മരണം മലയാള സിനിമയ്ക്ക് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്കും തീരാ നഷ്ടമാണ്. തനി സിനിമാക്കാരൻ എന്ന പോലെ തനി കോൺഗ്രസ്സുകാരനുമായിരുന്നു അദ്ദേഹം. കോൺഗ്രസ്സുകാരനാണെന്ന് തുറന്നു പറയാൻ ആർജവം കാട്ടിയ വ്യക്തിയായിരുന്നു സലീം കുമാർ. അതും കോൺഗ്രസ് ഒന്നുമല്ലാതിരുന്ന സമയത്ത്. കലാകാരന്മാർ ഏറിയ പങ്കും ഇടത് ചായ്വുള്ളവരാണ്. അവർ തങ്ങളുടെ രാഷ്ട്രീയം തുറന്നു പറയുകയും അതിനൊപ്പം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ കോൺഗ്രസ്സുകാരനായ ഒരു കലാകാരനോ എഴുത്തുകാരനോ അത് തുറന്ന് സമ്മതിക്കില്ല. അത് തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ആക്ഷേപങ്ങളും ആക്രമണങ്ങളും കാരണമാണ്. അവിടെയാണ് സലീം കുമാറിനെ പോലെ ചുരുക്കം ചിലർ വ്യത്യസ്തരായത്. കോൺഗ്രസ് വേദികളിലെ നിറസാന്നിധ്യമായിരുന്നു സലീം കുമാർ. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ കാലത്തും അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി തന്നാൽ കഴിയുന്ന വിധം പ്രവർത്തിച്ചു. CPM-നെ തന്റെ സ്വതസിദ്ധമായ തമാശയിലൂടെ ട്രോളിക്കൊന്നു. കോൺഗ്രസ് ആണെന്ന് തുറന്നു പറയാൻ സലീം കുമാർ ധൈര്യം കാട്ടിയെന്ന് അനുസ്മരിക്കുകയാണ് കോൺഗ്രസ് MLA CR മഹേഷ്. സലീം കുമാറുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന നേതാവാണ് മഹേഷ്. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേൾക്കാം. എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വന്തം ചേട്ടൻ മരണപ്പെട്ട ആളാണ്. അയാൾ നാടകക്കാരനായിരുന്നു. എന്നെയും സലീം കുമാർ ചേട്ടനെയും തമ്മിൽ ബന്ധിപ്പിച്ചതും നാടകമാണ്, സിനിമയല്ല, നാടകമാണ്. അദ്ദേഹത്തിന് സ്വന്തമായ നാടകസമിതി ഉള്ള ആളായിരുന്നു ശ്രീ സലീം കുമാർ. അത് അങ്ങനെ പലർക്കും അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുറേ കാലം നാടകസമിതി, കാരണം അദ്ദേഹം സിനിമയിൽ വലിയ ആളായിട്ടും ചവിട്ടി വന്ന നാടകത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അങ്ങനെ നല്ലൊരു നാടകസമിതി, മലയാളത്തിൽ നല്ല നാടകങ്ങൾ ചെയ്ത നാടകസമിതി ഉള്ള ആളാണ്. അപ്പം ഞാനൊരു നാടകസമിതി ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചാണ് നാടകസമിതി ആരംഭിച്ചത്. വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സലീം കുമാറിൻ്റെ വീട് സന്ദർശിക്കാറുണ്ട്. തീരെ ശാരീരികമായ അവശത ഉള്ളപ്പോഴും ഇവിടെ വരാറുണ്ട്. അദ്ദേഹത്തിന് നാടകത്തോടുള്ള ഏറ്റവും വലിയ കൂറ് വെളിപ്പെടുത്തുന്നത്, നാടകത്തിലൂടെ രക്ഷപ്പെട്ട ചലച്ചിത്ര താരങ്ങളൊക്കെ നാടകത്തെ മറന്നപ്പോഴും ഈ കഴിഞ്ഞ മാർച്ച് 27 ലോക നാടക ദിനത്തിൽ ശാരീരികമായ വലിയ അവശതകളുണ്ടായിട്ടും കരുനാഗപ്പള്ളിയിൽ വെച്ച് നടന്ന നാടക സമ്മേളനത്തിൽ, നാടകവുമായി ബന്ധപ്പെട്ട് നടന്ന ലോക നാടക ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സലീം കുമാറേട്ടനാണ്. അപ്പോൾ അത്രയേറെ സിനിമ പോലെ, അല്ലെങ്കിൽ സിനിമയേക്കാൾ ഹൃദയം കൊണ്ട് നാടകത്തെ സ്നേഹിച്ച ഒരു കലാകാരനാണ്. വളരെ സിമ്പിളായിരുന്നു. സിനിമാ താരത്തിൻ്റേതായ നാഷണൽ അവാർഡൊക്കെ കിട്ടിയതിൻ്റേതായ ഒരു താരജാടയും ഇല്ലാതെ ഒരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. ഉള്ളിൽ ഒരുപാട് സ്നേഹമുള്ള ആളായിരുന്നു. പാവപ്പെട്ട ആളുകളെ എനിക്കറിയാവുന്നതാണ്. അദ്ദേഹം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ, അതൊരിക്കലും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. രഹസ്യമായി, ഞാൻ പോലും ഇടപെട്ട് പറഞ്ഞ കേസുകളിലൊക്കെ അദ്ദേഹം സാമ്പത്തികമായി രഹസ്യമായി സഹായിക്കുമായിരുന്നു. എനിക്കറിയാവുന്ന 1-2 കുട്ടികളെ അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കാരുണ്യമുള്ള ഒരു കലാകാരനായിരുന്നു പ്രിയപ്പെട്ട സലീം കുമാർ. വളരെ വർഷക്കാലത്ത് ആത്മബന്ധമുണ്ട്. എന്നെ സംബന്ധിച്ച് വളരെ തീരാ നഷ്ടമാണ്. കാരണം ഒരു ജ്യേഷ്ഠ സഹോദരനാണ് നഷ്ടപ്പെട്ടത്. മലയാളത്തിന്, സിനിമയ്ക്ക്, കലയ്ക്ക് തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ കാലം എത്ര കഴിഞ്ഞാലും അതൊരു മനസ്സിൽ ഒരു വിങ്ങലായി നിൽക്കും. കലാകാരന്മാർ, ഇപ്പോൾ കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള ആളുകൾ, കോൺഗ്രസിൻ്റെ സജീവമായ മാനസികാവസ്ഥയുള്ള ആളുകൾ പോലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ പോലെയല്ല, ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ മടിക്കുമായിരുന്നു. ഉള്ളിൽ ആ കോൺഗ്രസിനോട് സ്നേഹമുണ്ടെങ്കിലും അങ്ങനെ പരസ്യമായി പറയാൻ മടിക്കുമായിരുന്നു. പക്ഷേ ശ്രീ സലീം കുമാറിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിനൊന്നും ആവാൻ വേണ്ടിയിട്ടല്ല. അദ്ദേഹം ഒരിക്കൽ പോലും കോൺഗ്രസ് ഭരിച്ച സമയത്തൊക്കെ അദ്ദേഹത്തിന് അങ്ങനെ അവസരങ്ങൾ വേണം എന്നൊന്നും പറഞ്ഞ് ആരെയും സമീപിച്ചിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സർക്കാരുമായി ബന്ധപ്പെട്ട, സിനിമയുമായി ബന്ധപ്പെട്ട സാംസ്കാരിക വകുപ്പിൻ്റെ ഉന്നതമായ തലങ്ങളിലേക്ക് പരിഗണിക്കപ്പെടാൻ പറ്റിയ കലാകാരനാണ്. പക്ഷേ തനിക്ക് ഒന്നും വേണ്ട, പക്ഷേ തൻ്റെ പാർട്ടി കോൺഗ്രസ് ആണെന്ന് ധൈര്യത്തോടുകൂടി പറയാൻ മടിയില്ലാത്ത ഒരു കലാകാരനാണ്. അപ്പോൾ അത് വെളിവാക്കുന്നത് അദ്ദേഹം കോൺഗ്രസ്സുകാരനായതുകൊണ്ടല്ല ഞാനിതെടുത്ത് പറയുന്നത്. വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട്, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണെങ്കിലും അതിനോടുള്ള ആത്മാർത്ഥതയാണ് അതുകൊണ്ട് വെളിവാകുന്നത്. ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്രത്തിലും കേരളത്തിലും 10 വർഷം പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും എനിക്ക് ഭരണത്തിൻ്റെ ഒരു തലോടൽ കിട്ടിയില്ലെങ്കിലും ഞാനൊരു അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ് എന്ന് പരസ്യമായി പറയുകയും ആ ആശയത്തിന് വേണ്ടി പ്രചരണം നടത്തുകയും ചെയ്യുന്ന മടിയില്ലാത്തൊരു കലാകാരനാണ്. അതുകൊണ്ട് ഈ മഹാപ്രസ്ഥാനം അദ്ദേഹത്തിനോട് എല്ലാ കാലത്തും കടപ്പെട്ടിരിക്കും.